നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവൂലേ? ഇനി അങ്ങനെ ഒരാളില്ലെങ്കിൽ പോലും നമ്മുടെ അനുഭവങ്ങളൊക്കെ പതിപ്പിച്ചു വെക്കുന്ന ഒരിടം നമുക്കുണ്ടാകും. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതേ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ആര് കുറ്റപ്പെടുത്തിയാലും തള്ളി പറഞ്ഞാലും പിന്നീട് കുത്തിയാലും നമുക്കൊപ്പം നിൽക്കാനും ധൈര്യം തരാനൊക്കെ ഉള്ള ഒരാള്. എന്നാൽ നമ്മൾ വിശ്വസിച്ചിരുന്ന ആ ഒരാളെ കുറിച്ച് നമുക്ക് തെറ്റ് പറ്റിപ്പോയി എന്നൊരു നിമിഷം നമ്മൾ തിരിച്ചറിഞ്ഞാല് മേ ബി നമ്മുടെ ജീവിതവും ജീവനൊക്കെ അവരുടെ കൈകളിലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. നമ്മൾ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും നമുക്ക് തരുന്നത് പുതിയ തിരിച്ചറിവുകളായിരിക്കും അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിന്ന വിജയുടെ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ എന്റെ ഹൃദയത്തോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന്. അതെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണെന്ന് ഞാനൊരു നിമിഷം തിരിച്ചറിഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എന്റെ ഇഷ്ടങ്ങൾ അറിയുന്നതും എന്റെ വേദനകൾ അറിയുന്നതും എല്ലാം ഞാനാണ്. എന്നെക്കാൾ ഉപരി എന്നെ അറിയുന്ന ഒരാളുണ്ടാവും? ഇല്ല അല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരാള് ഇത് നമ്മളാവുമ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നത്.